രാജ്യത്ത് മറ്റൊരു ഭാരത് ബന്ദിനു കൂടെ ആഹ്വാനം. ഒക്ടോബർ 3-ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആണ് രാജ്യവ്യാപക ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷിക്കുക, ഭരണഘടന സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശുപത്രികളും അവശ്യ സേവനങ്ങളും ഒഴികെ കടകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ അടച്ചിട്ട് ബന്ദിനോട് സഹകരിക്കണമെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബന്ദ് സമാധാനപരമായ പ്രതിഷേധമായിരിക്കുമെന്നും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ബന്ദ് ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് വഖഫ് സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെ ഭീഷണിപ്പെടുത്തുന്ന ഭേദഗതികൾക്കെതിരായ സംയുക്ത പ്രതിഷേധമാണ്. വെള്ളിയാഴ്ച നമസ്കാരവേളയിൽ മസ്ജിദുകളിലെ ഖതീബുകൾ ബില്ലിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ബന്ദിൽ വ്യാപകമായി പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി സമർപ്പിക്കപ്പെട്ട വഖഫ് സ്വത്തുക്കളുടെ സ്വയംഭരണത്തെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബിൽ ദുർബലപ്പെടുത്തുന്നു. ഭേദഗതികൾ വഖഫ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവയുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറുകയാണ് ചെയ്യുന്നത്. ഇത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനും ഉപയോഗത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ബില്ലിനെതിരെ ബോർഡ് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ്. ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, സെമിനാറുകൾ, പൊതുയോഗങ്ങൾ എന്നിവയിലൂടെ ബില്ലിന്റെ ആഘാതം ജനങ്ങളെ അറിയിക്കാൻ ബോർഡ് സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഒക്ടോബർ 3-ന് ഭാരത് ബന്ദിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഒരുമിച്ച് നിന്ന് ബില്ലിനെ എതിർക്കാൻ സമുദായത്തെയും മറ്റ് സംഘടനകളെയും ശക്തിപ്പെടുത്തുകയാണ് ബന്ദിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. കേരളത്തിൽ ഇതുവരെ ഏതെങ്കിലും സാമുദായിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ബന്ദ് വലിയ തോതിൽ ബാധിച്ചേക്കില്ല. അതേസമയം UP, ബീഹാർ എന്നിവിടങ്ങളിൽ ബന്ദ് ബാധിക്കാനാണ് സാധ്യത.